ഇന്ത്യ പാക് അതിർത്തിക്ക് തൊട്ടടുത്ത് സംഘർഷങ്ങളുടെ നിഴൽ വീഴുന്ന സംബ എന്ന കൊച്ചു ഗ്രാമത്തിൽ സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും ദീപനാളമായി ജ്വലിച്ചു നിൽക്കുകയാണ് ജമ്മു ശ്രീനഗർ രൂപതയുടെ കീഴിലുള്ള സെന്റ് ജോസഫ് കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ. ഇവിടെ 3 കത്തോലിക്ക സന്യാസിനിമാർ തങ്ങളുടെ ജീവിതം തന്നെ പാവപ്പെട്ടവർക്കായി സമർപ്പിച്ചിരിക്കുന്നു. സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് ജീസസ് ആൻഡ് മേരി കോൺഗ്രിഗേഷൻ അംഗങ്ങളായ മൂവരും ആശുപത്രിയിലെ നഴ്സുമാരായാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന മലയാളി സന്യാസിനി സിസ്റ്റർ ആനി, സഹപ്രവർത്തകരായ സിസ്റ്റർ ലില്ലി തോമസ്, സിസ്റ്റർ അനിത മിൻസ് എന്നിവരെ ഈ സ്നേഹ സാമ്രാജ്യത്തിലെ കാവൽക്കാർ എന്ന് വിശേഷിപ്പിക്കാം. ആശുപത്രി മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ടെങ്കിലും അവരുടെ ദൗത്യത്തിലുള്ള വിശ്വാസം അവരെ അവിടെ പിടിച്ചു നിർത്തുന്നു. കൂലിത്തൊഴിലാളികൾക്കും വിധവകൾക്കും നിർധനർക്കും സൗജന്യ ചികിത്സയും മരുന്നുകളും നൽകുക എന്ന മഹത്തായ സേവനമാണ് അവർ പൂർണ്ണ മനസ്സോടെ ഏറ്റെടുത്തിരിക്കുന്നത്. മെയ് മാസത്തിൽ 4 ദിവസം പ്രദേശം യുദ്ധഭീതിയിലായപ്പോഴും അന്തരീക്ഷത്തിൽ മോർട്ടാറുകളുടെയും സൈനിക വിമാനങ്ങളുടെയും ശബ്ദം മുഴങ്ങിയപ്പോഴും ഈ സന്യാസിനിമാർ സ്വീകരിച്ച നിലപാട് അവരുടെ അചഞ്ചലമായ സമർപ്പണത്തിന് തെളിവാണ്. ആശുപത്രി വിട്ടുപോരാൻ അവർ തയ്യാറായില്ല. ഞങ്ങൾ പോയാൽ ഈ പാവപ്പെട്ടവർക്കാരുണ്ട്, ദൈവമാണ് ഞങ്ങളെ ഇവിടേക്ക് അയച്ചത് എന്ന ബോധ്യമായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ശക്തി എന്നായിരുന്നു സിസ്റ്റർ ആനി ചിന്തിച്ചത്. അങ്ങനെ യുദ്ധത്തിന്റെ കറുത്ത ദിനങ്ങളിൽ സെന്റ് ജോസഫ് ആശുപത്രി പ്രദേശവാസികൾക്ക് ആശ്വാസത്തിന്റെ ഒരു അഭയ കേന്ദ്രമായി മാറി. മാനുഷികമായി നോക്കിയാൽ ഭയന്ന് ഓടി രക്ഷപ്പെടേണ്ട സാഹചര്യം. പക്ഷേ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് ചിന്തിക്കുമ്പോൾ ഭയത്തെ തോൽപ്പിക്കാനാവും. സിസ്റ്റർ ലില്ലി തോമസ് പറഞ്ഞു. 85% ഹിന്ദുമത വിശ്വാസികൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് സന്യാസിനിമാരെ എല്ലാവരും സ്വീകരിക്കുന്നത് സ്വന്തം സഹോദരിമാരെ പോലെയാണ്. സ്നേഹം മതത്തെക്കാൾ ശക്തമാണ് എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് നാനാജാതി മതസ്ഥർ ഞങ്ങളെ അവരുടെ സഹോദരിമാരെ പോലെ സ്വീകരിക്കുന്നതെന്ന് സിസ്റ്റർ അനിത മിൻസ് പറഞ്ഞു. വലിയ ആശുപത്രികൾ കൈയൊഴിഞ്ഞ, കാലിന്റെ എല്ലൊടിഞ്ഞു തിരിഞ്ഞ അവസ്ഥയിൽ സെന്റ് ജോസഫിൽ എത്തിയ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് സാമ്പത്തിക പരിമിതികൾക്കിടയിലും ചികിത്സാ ചിലവുകൾ ക്രമീകരിച്ച് വിജയകരമായ ശസ്ത്രക്രിയ നൽകിയ അനുഭവം സിസ്റ്റർ ആനി പങ്കുവച്ചു. സന്തോഷം കൊണ്ട് കണ്ണീരണിഞ്ഞ് ആശുപത്രി വിട്ട ആ സ്ത്രീയുടെ മുഖം ഏറ്റവും ചെറിയ ആശുപത്രി പോലും ദൈവം സൗഖ്യം നൽകുന്ന ഒരിടമാക്കി മാറ്റും എന്ന തിരിച്ചറിവാണ് അവർക്ക് നൽകിയത്. സംഘർഷഭരിതമായ അതിർത്തിയിൽ പ്രബോധനങ്ങളിലൂടെയല്ല, മറിച്ച് നിസ്വാർത്ഥ സേവനത്തിലൂടെ മനുഷ്യ സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രകാശം പരത്തിക്കൊണ്ട് ഈ സന്യാസിനിമാർ ഇന്നും അതിരുകൾ മായ്ച്ചു കളയുന്ന മാലാഖമാരായി നിലകൊള്ളുന്നു.